ഇന്നത്തെ ചിന്താവിഷയം നഷ്ടപ്പെട്ടു പോയവർ. അന്ന് ഭൂതബാധിതനായിരുന്ന മനുഷ്യനെ യേശു ഭൂതങ്ങളുടെ പിടിയിൽ നിന്ന് വിടുവിച്ചപ്പോൾ അവൻ സുബോധമുള്ളവനായി തീർന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ അതിർവിട്ടു പോകുവാൻ യേശുവിനോട് അപേക്ഷിച്ചു. കാരണം അവരുടെ പന്നികളെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന മുടിയനായ പുത്രനെ പിതാവ് സ്വീകരിച്ചപ്പോൾ തൻ്റെ മരിച്ചവനായിരുന്ന സഹോദരൻ ജീവനുള്ളവനായി തിരിച്ചു വന്നപ്പോൾ മൂത്ത സഹോദരനെ സന്തോഷിക്കാനായില്ല. ഒരുപക്ഷെ തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നിരിക്കാം അതിനു കാരണം. സ്നേഹിത, ഇന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ട് സഹജീവികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരുന്ന ഈ നാളുകളിൽ നമുക്കർഹതപ്പെട്ട സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് നമ്മുടെ സഹോദരൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്കവനെ സ്വീകരിക്കാനാവുമോ? നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ നമ്മൾ ദൈവമക്കളാണെന്ന് പറയാം. എന്നാൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിതാവിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നേക്കാം. ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായി 18:14.